ഹായ് ഫ്രണ്ട്സ്, XODBSന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് കാണുന്നത്, എൻ്റെ കൂടെ ഉള്ളത് ആരാണെന്ന് കാണുന്നുണ്ട്. കണ്ടോ, കമൽ ബ്രോയും ഹെംരാജ് ബ്രോയും ആണ് കേട്ടോ. നമ്മൾ വീണ്ടും കണ്ടുവിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മേഘാലയ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ നിന്നും ത്രിപുരയിലേക്കും മിസോറാം, അഗർത്തല, മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ് ഒക്കെ പോകണമെന്നുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, ലോറി ഫുള്ള് ബ്ലോക്ക്. ഇവർ 3 ദിവസം എടുത്തിട്ടാണ് ത്രിപുരയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയത്, മേഘാലയ ബോർഡർ കടന്ന് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ ഞാനിപ്പോൾ ലിഫ്റ്റ് അടിച്ച് ലോറിയിൽ പോയാൽ തന്നെ അടുത്ത സ്റ്റേറ്റായ ആസാം കഴിഞ്ഞ് ത്രിപുരയിലേക്ക് എത്തുമ്പോൾ തന്നെ കുറഞ്ഞത് 3 ദിവസം എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ നല്ല മഴയാണ്. മഴ ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. 4-5 ദിവസം കൊണ്ട് ഫുൾ മഴയാണ്. അടുത്ത ആഴ്ച ഫുൾ മഴയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ പോലും ഒരുപാട് നാളെടുക്കും. പിന്നെ കൃത്യമായിട്ടുള്ള നമുക്ക് അവിടെ സൈറ്റ് സീയിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മേഘാലയ മാത്രം വിസിറ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. മേഘാലയ ഫുള്ള് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ കൂടെ തിരിച്ച് പോകണമെന്നുണ്ടായിരുന്നു. രാജസ്ഥാനിലേക്ക് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ രാജസ്ഥാൻ ഫുള്ള് ഭയങ്കര ചൂടാണിപ്പോൾ. എന്നാലും ഇവരെ എനിക്ക് കാണാൻ പറ്റി. തിരിച്ച് ഞാൻ മേഘാലയ ഫുള്ള് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ക്രംചിംബെ ഫാൾസൊക്കെ കണ്ടിട്ട് തിരിച്ച് റോഡിലേക്ക് വന്ന് ഒരു പുള്ളിക്കാരൻ എനിക്ക് ലിഫ്റ്റ് വന്നു. പുള്ളിക്കാരൻ എനിക്ക് കിടക്കാൻ ഇന്നത്തേക്ക് ഒരു സ്ഥലം അറേഞ്ച് ചെയ്യാൻ പുള്ളിയുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുള്ളി കൂട്ടിക്കൊണ്ട് പോയതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ഞാൻ കമൽ ബ്രോയെ വിളിച്ചു. കമൽ ബ്രോയുടെ ലൊക്കേഷൻ അയച്ചു തന്നു. കറക്റ്റ് 2 കിലോമീറ്ററിനുള്ളിലായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ അപ്പം തന്നെ വന്നു. ഒരു 5 മിനിറ്റിൽ തന്നെ പുള്ളി എത്തി. തിരിച്ച് നമ്മൾ കയറിയിട്ടുണ്ട്. ഹായ് കേട്ടോ. തിരിച്ച് പുള്ളിയുടെ കൂടെ ഇവരിപ്പോൾ ലോഡ് മണിപ്പൂർ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചിപ്പോൾ കാലിയായിട്ട് വരാണ്, ഷില്ലോങ്ങിൽ നിന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത്. അപ്പോൾ ഇവരുടെ ഒപ്പമാണ് ഇനി അടുത്ത 2-3 ദിവസങ്ങൾ. അടിപൊളിയായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ ഇനി നാളെ ഇനി വരുന്ന വഴിക്ക് ഇനി കാണാം. കാണില്ലേ, ഇപ്പോൾ രാത്രി ഇരുട്ടി. ഇന്ന് ഞാൻ ഫുള്ള് ബിസി ആയിരുന്നു. ഇപ്പോൾ 8-9 മണി അടുപ്പിച്ചായി. ഫുള്ള് ബിസി ആയിരുന്നു. ഇനി വരുന്ന വഴിക്ക് ഫുള്ള് ഇനിയുള്ള കാഴ്ചകൾ ഫുള്ള് ലോറിയിലായിരിക്കും കേട്ടോ ഗൈസ്. ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഒരു കടയിൽ. പുറത്തുള്ള മഴ ഉണ്ടോ, ഹെവി മഴ. ഹെവി എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ. അടുത്ത ഒരാഴ്ചത്തേക്ക് മേഘാലയയിലെ ഈ പ്രദേശങ്ങളിലൊക്കെ നല്ല ഹെവി മഴയായിരിക്കും കേട്ടോ. ഇവിടെ നമ്മളിവിടെ രാജസ്ഥാൻ ദാബയിലാണ് ഇരിക്കുന്നത്. ഇവിടെ റൊട്ടിയുടെ കൂടെ ദഹി ഫ്രൈ എന്നാണ്, റായ്ത്ത. രാജസ്ഥാനി ഭാഷയിൽ റായ്ത്ത എന്ന് പറയുന്നത് കേട്ടോ. ദഹി ഫ്രൈ നമ്മുടെ തൈര് പോലത്തെ സംഭവമാണ് ഇത്. പനീർ ബഡായി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി രാജസ്ഥാനിലെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മഞ്ഞ കളറിലെ കറി എന്ന് പറയുന്നത് ദഹി ഫ്രൈ ആണ്. ദഹി ഫ്രൈ എന്ന് പറയുന്നത് നമ്മുടെ കട്ടി തൈരിനെ കടുവൊക്കെ വറുത്തിട്ട് മോര് കറി കുറച്ച് കട്ടിയായിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, ആ ഒരു സെയിം ടെക്സ്ചറാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ തൈര് നല്ല കോമ്പിനേഷൻ ആണെന്ന് എനിക്കിപ്പോഴാണ് ഇത് മനസ്സിലായത്. എൻ്റെ ഫേവറേറ്റായി മാറിക്കഴിഞ്ഞു ആദ്യത്തെ തവണ ഞാനിത് കഴിച്ചപ്പോൾ തന്നെ. ഞങ്ങൾ ഈ സമയം നാട്ടിലെ വിശേഷങ്ങൾ, രാജസ്ഥാനിലെ വിശേഷങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്തു. നിങ്ങൾക്ക് ഗ്ലാസ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല ഹെവി മഴയാണ് കേട്ടോ അവിടെ പെയ്യുന്നത്. നല്ല കാറ്റും മഴയും ഈ ദിവസം മുഴുവനും ഉണ്ടായിരുന്നു, രാത്രി ഫുള്ള്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇന്നത്തെ ദിവസം രാത്രി ഞങ്ങൾ ലോറിയുടെ ഉള്ളിൽ തന്നെ അവിടെ തന്നെ കഴിച്ചു കൂട്ടി. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് മേഘാലയയിലെ ലുംഷ്നോങ് എന്ന് പറയുന്ന പട്ടണത്തിൽ തന്നെയാണ് കേട്ടോ. അതായത് ഇന്നലെ ക്രംചിംബെ കേവ്സിൽ പോയിട്ട് തിരിച്ച് നൈറ്റ് ആയപ്പോഴാണ് തിരിച്ച് വന്നത്. നമ്മൾ തമിഴ്നാട്ടിലുള്ള പയ്യന്മാരുടെ കൂടെ ഗൈഡിൻ്റെയൊക്കെ കൂടെ രാത്രി ഇരുട്ടത്ത് ട്രക്ക് ചെയ്തൊക്കെയാണ് തിരിച്ച് ലുംഷോങ് എന്ന് പറഞ്ഞാൽ ആ ഒരു മെയിൻ റോഡിലേക്ക് എത്തുന്ന സമയം ഒരു 8:30 ആയി. 8:30യോടെയാണ് തിരിച്ച് അവിടെ എത്തുന്നത്. എന്നിട്ട് അതിനുശേഷം കമൽബായെ വിളിച്ചു. കമൽബായ് വന്നു. കമൽബായും ഹെംരാജ് ബായ് രണ്ടുപേരും ഉണ്ട് കേട്ടോ. രണ്ടുപേരും ഉള്ളിലുണ്ട്. അവരുടെ വണ്ടിയിലാണ്. ഇപ്പോൾ ഇന്നലെ ഇവിടെ അടുത്തുള്ളൊരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നലെ ഫുള്ള് നല്ല മഴയാണ്. ഇപ്പോൾ കഴിഞ്ഞ 6 ദിവസം കൊണ്ട് ഇവിടെ നല്ല മഴയാണ്. ഇന്നലെയും മെനിഞ്ഞാന്ന് നോക്കിയിട്ട് നല്ല മഴ. ഇന്ന് രാവിലെ വരെയും മഴയായിരുന്നു. പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ റെസ്റ്റ് എടുത്തു. അവിടെ തന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങിയതാണ്. എന്നിട്ട് ഇവരുടെ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ഇവരുടെ ഒരു സിമെൻറ്റ് ഫാക്ടറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇവർക്ക് അടുത്ത് ലോഡ് എടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മഴ പെയ്ത് തോർന്ന് ഇപ്പോൾ കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. കണ്ടില്ലേ, ഇതൊരു സിമെൻറ്റ് ഫാക്ടറിയാണ്. ഇവിടെ ഒരുപാട് ലോറികളൊക്കെ ഉണ്ട്. ലുംഷ്നോ മേഘാലയയിലെ ഈസ്റ്റ് ജയന്തിയ ഹിൽസിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലത്തുള്ള ലുംഷ്നോങ് എന്ന് പറയുന്ന പട്ടണത്തിലെ സ്റ്റാർ സിമെൻറ്റ് ഫാക്ടറി എന്ന് പറയുന്ന ഫാക്ടറിയാണ്. അപ്പോൾ അവിടെയാണ് നമ്മളിതാ നിൽക്കുന്നത്. ഇനി ഇവർക്ക് ഇവിടെ നിന്നും സിമെൻറ്റ് ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽ എടുത്തിട്ട്
ഷില്ലോങ്ങിൽ കൊടുക്കണം. എന്നിട്ട് ഷില്ലോങ്ങിൽ നിന്ന് എടുത്തിട്ട് വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയിൽ മറ്റൊരു ലോഡ് കൊടുക്കണം. അതിനുശേഷം സിലിഗുരി എന്നൊരു ലോഡ് എടുത്തിട്ട് ബീഹാറിൽ കൊടുക്കണം. അതിനുശേഷം ബീഹാറിൽ നിന്നൊരു ലോഡ് എടുത്തിട്ട് നേരെ രാജസ്ഥാൻ പോകണം. അതാണ് ഇവരുടെ പരിപാടി. കാരണം അതിനുവേണ്ടി കുറേ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. പിന്നെ റോഡ് ബ്ലോക്ക് ഉണ്ടാവും, മഴ കാരണമുള്ള തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ എന്തായാലും നല്ല സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ യാത്ര ഞാൻ ത്രിപുരയിലേക്കും മിസോറാമിലേക്കും മണിപ്പൂർ നാഗാലാൻഡിലേക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അത് മഴ കാരണം ഒരുപാട് ദിവസം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ 3 ദിവസമെങ്കിലും എടുക്കും ഞാനിപ്പോൾ ത്രിപുരയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തന്നെ. അടുത്തുള്ള സ്റ്റേറ്റായ ഭയങ്കര മഴ, എല്ലായിടത്തും മഴയെന്ന് പറഞ്ഞത്. ഇവരിപ്പോൾ പോയിട്ട് വന്നിട്ട് തന്നെ 3 ദിവസം വരെ ഇവർ വെറുതെ റോഡിൽ കിടക്കേണ്ടി വന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവർക്ക്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്തായാലും നോർത്ത് ഈസ്റ്റിലെ ഈസ്റ്റേൺ സൈഡിലേക്കുള്ള ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്കുള്ള യാത്ര എന്തായാലും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവരുടെ ഒപ്പം നേരെ ഷില്ലോങ് പോവുക എന്നുള്ളതാണ്. അവിടെ ചെന്നിട്ട് അടുത്ത യാത്ര പ്ലാൻ ചെയ്യണം. കമൽ ബ്രോ അടുത്ത ലോഡ് കയറ്റാനുള്ള പരിപാടിയിലാണ് കേട്ടോ. സിമൻറ്റ് ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽ ഇതാ ആ ലോറി കിടക്കുന്ന സാധനം നല്ല ചൂടായിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുകയാണ് കമൽ ബ്രോയും പിന്നെ ഹെംരാജ് ബ്രോ മേളിലുണ്ട്. മഴയാണ്, മഴ ഇപ്പോൾ തോർന്നിരിക്കുന്ന സമയമാണ്. മഴയാണെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. ഹെംരാജ് ബ്രോ നോക്കുന്നുണ്ട്. എന്താ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല ഹെവി മഴ. कमल ब्रो अभी बारिश है तो हमें क्या करेगा? अभी करेगा कैसे भी करके लोड तो करेगा. ओके ओके ओके. ഞാനൊരു പന്നി പോകണുണ്ടോ, അടുത്തെവിടെയെങ്കിലൊക്കെ ഉള്ളതായിരിക്കും. ഉണ്ടോ ഉരുണ്ട് പോണത്. ടയറിലിങ്ങനെ ടയറിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ റബ്ബർ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണെന്നല്ലോ കേട്ടോ. ടയർ ഇങ്ങനെ ഓടുന്ന സമയത്ത് ടയർ ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ ക്ലീൻ ആവും, മണ്ണൊക്കെ ഇങ്ങനെ പോയി ക്ലീനായി കിട്ടും കേട്ടോ. ഞാനൊക്കെ വിചാരിച്ച് വെച്ചേക്കുന്നത് ഇതൊക്കെ വെറുതെ ഷോയ്ക്ക് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇതൊക്കെ ക്ലീനായി കിട്ടും. അങ്ങനെ 2 സൈഡിലും അവരിട്ടിട്ടുണ്ട്. ഇതാ കണ്ടോ ഗൈസ്, വലിയൊരു സിമൻറ്റ് ഫാക്ടറിയിലാണ് കേട്ടോ. അതിൻ്റെ റോ മെറ്റീരിയൽസൊക്കെ ഫില്ല് ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്കാണ് നമ്മളിതാ പോകാൻ വേണ്ടി പോകുന്നത്, ഇവരുടെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നാലും നടന്നു പോയ വഴിയൊക്കെ അതാണ് കേട്ടോ. അതുവഴിയൊക്കെയാണ് ഞാൻ നടന്ന് ക്രംചുംബയിലേക്ക് പോയത്. ഇതാണ് കേട്ടോ ഫാക്ടറിക്കകത്ത് നമുക്ക് സിമൻറ്റിൻ്റെ റോ മെറ്റീരിയൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടി കിടക്കുന്ന ലോറികളാണ് കേട്ടോ ഇതെല്ലാം. കമൽ ബ്രോയുടെ വണ്ടി ഇതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പൊടിയൊക്കെ പുറത്ത് പോകുന്നുണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ. സിമൻറ്റ് ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽ ഇതാ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ വലിയ മെഷീനിലാണ് കേട്ടോ. ഞങ്ങളുടെ വണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്കും റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് തീർന്നുപോയി. പിന്നെ വീണ്ടും ഒരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടുണ്ടാവും, നല്ല പൊടിയാണ്, നല്ല സിമെൻറ്റിൻ്റെ പൗഡറാണ്. ഏകദേശം ഇങ്ങനെ ലോറിയുടെ മേളിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. കണ്ടില്ലേ, ഇവർ റോ മെറ്റീരിയൽസ്, അതായത് സിമെൻറ്റ് ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് ഫില്ല് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഒന്നും പോക്ക് കിടക്കില്ല. ഇതാണ് കേട്ടോ സിമെൻറ്റ് ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ്. ഈ ഒരു പൊടിയിലും കല്ലിലും നിന്നിട്ടാണ് സിമെൻറ്റ് ഉണ്ടാക്കുന്നത്. നല്ല ചൂടാണ് കേട്ടോ. അപ്പം കമൽ ബ്രോ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. നല്ല ചൂടാണ്. പിന്നെ ഈ റോപ്പൊക്കെ വെച്ചിട്ട് ഈ മാറ്റൊക്കെ ഇട്ട് കെട്ടണം, മഴ നനയാതിരിക്കുകയാണ്. ഇതൊന്നും മഴ നനയാൻ പാടില്ല. ഓയ് കണ്ടോ, ഈ പൈപ്പിൻ്റെ സൈഡിൽ കൂടെ ഫുള്ള് ഇവർ രണ്ടുപേരും കൂടെ റോപ്പ് ഇതുപോലെ ഈ റോപ്പ് ഫുള്ളിങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. എന്നിട്ട് അതിന് മേലെ കൂടെ 2 ഷീറ്റ് വിടും. അതിന് ശേഷം ഒരു റോപ്പ് വെച്ചിട്ട് മൊത്തത്തിൽ കെട്ടി ഇതുപോലെയൊക്കെ ആക്കിയെടുക്കും. ഇതുപോലെയൊക്കെ പ്രോപ്പറായിട്ട് കെട്ടിയെടുക്കും. റോപ്പ് അത്രയും കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടാർപോളിന് അതിൻ്റെ പുറത്തൂടെ ഇരിക്കുന്ന കാഴ്ച കേട്ടോ. ഗൈസ്, മേഘാലയയിൽ മഴ പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ രാത്രിയിൽ? നമ്മുടെ നാട്ടിലുള്ളവർക്ക് സാധാരണ മഴയില്ല. ഞാൻ കാണിച്ചു തരാം.
വീടില്ലേ ചറവറ പെയ്യുന്നത് കല്ല് പോലെ വന്ന് വീഴുന്ന ഐസാണ്. എത്രത്തോളം ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഫുള്ള് ഐസും നല്ല കൊടും മഴയാണ്. അതാണ് മേഘാലയയിലെ മഴ നമ്മുടെ നാട്ടിലെ മഴയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറയാനുള്ള കാരണം. റോഡിലൊക്കെ വീണ് കിടക്കുന്ന കല്ല് പോലത്തെ ചെറുതൊക്കെ ഐസാണ്. വെള്ള കളറിൽ കല്ല് പോലെ കിടക്കുന്ന ഐസാണ്. നമുക്ക് ഗ്ലാസ്സിൽ വന്ന് ടപ്പട്ടപ്പേന്ന് അടിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഗൈസ് കണ്ടോ, ഇത് റോയൽ സ്റ്റാഗിൻ്റെ വിസ്കിയാണ് കേട്ടോ, ഡീലക്സ് വിസ്കി. ഇത് 750 ml, അതായത് ഒരു ഫുള്ള് 750 ml ആണ്. ഇതിൻ്റെ വില കണ്ടോ, ഇവിടെ മേഘാലയയിലെ വില കണ്ടോ 471 രൂപയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് 1000 രൂപയ്ക്ക് പുറത്ത് 1000 രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട് കേട്ടോ. ആസാമിലും മേഘാലയയിലുമാണ് ഏറ്റവും വില കുറവ് കണ്ടോ. ഗൈസ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. കമൽ ബ്രോഡ് ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അതായത് മെരിഞ്ഞാന്ന് ഞായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വൈകുന്നേരം വന്ന് ടെൻ്റ് അടിക്കാൻ വേണ്ടി ഇരുന്ന അതേ പ്ലേസിലാണ് കേട്ടോ. എനിക്ക് പുറത്തൊക്കെ നമ്മൾ കിടക്കാനൊക്കെ സ്ഥലം തന്നില്ലേ, റൂമൊക്കെ തന്നില്ലേ, ന്യൂ രാജസ്ഥാൻ ഹോട്ടല്. അപ്പോൾ അവിടെ തന്നെയാണ് വീണ്ടും വന്നേക്കുന്നത്. ഇവർക്കൊക്കെ അറിയാം ഈ സ്ഥലമൊക്കെ, രാജസ്ഥാൻകാർക്കായതുകൊണ്ട് അവർക്കൊക്കെ അറിയാം. അപ്പോൾ അവിടെ തന്നെ വീണ്ടും വന്നു. പുള്ളിക്കാരനെ വീണ്ടും കാണാനൊക്കെ പറ്റി കേട്ടോ. ഹായ് ബോലോ. हाय आई एम फ्रॉम केरला बेटा. हाय हाय, आपका नाम? मेरा नाम सुखविंदर सिंह. कहाँ से? पंजाब से. ഓക്കെ ഇവിടെ വന്നപ്പോൾ നമ്മൾ പരിചയപ്പെട്ട പുള്ളിയാട്ടോ. പുള്ളിക്കാരുടെ യൂട്യൂബിൽ വീഡിയോയിൽ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തത്. നൈസ് ടു മീറ്റ് യു ഭയ്യ. थैंक यू. ഓക്കെ നമുക്ക് വേണ്ടി ഒരു ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് ഷെൽട്ടറൊക്കെ തന്ന ഭയ്യുണ്ട്. പുള്ളിയും രാജസ്ഥാനി അതെ ഇതിനകത്ത് വെച്ചാട്ടോ ഉണ്ടാക്കുന്നത്. പട്ടി ഉണ്ടാക്കുന്നതന്നെ ചായയൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നു. ചായയും കറിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. കൊള്ളാം കേട്ടോ. ഇവിടെയൊക്കെ വീണ്ടും വരാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. ഒരു സ്ഥലത്ത് വന്ന് നമ്മളവരെ ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വീണ്ടും വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല് വേറെയാണ് അല്ലേ. അതെ, നല്ല മഴ കേട്ടോ, പുറത്ത് നല്ല മഴയാണ്. ഹലോ ബ്രോ. അതെ, ഹേംരാജ് ബ്രോ, കമൽ ബ്രോയുടെ അനിയൻ. നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ എല്ലാവരും. ഇന്നത്തെ ദിവസം നല്ല ഹെവി വർക്കൊക്കെ അതുകൊണ്ട് ഇന്നത്തെ ദിവസം മഴയൊക്കെ കൊണ്ട് ഇവിടെ കിടന്നങ്ങ് ഉറങ്ങി. ഇവിടെ ലോറി കിടന്നങ്ങ് ഉറങ്ങിയിട്ട് നാളെ അതിരാവിലെ ബ്ലോക്കൊക്കെ മാറുമ്പോൾ തിരിച്ചു പോകണം. കാരണം ഭയങ്കര ബ്ലോക്കാണ് പുറത്ത്. ഞാൻ കാണിച്ചു തരാം. ലോറികളൊക്കെ ഇങ്ങനെ അടുക്കി ഇട്ടിരിക്കുന്ന കണ്ടില്ലേ, ഫുള്ള് ബ്ലോക്കാണ്, റോഡാണ്. സേവ് ടമാറ്റർ. ഗൈസ് നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ രാജസ്ഥാനി ഡിഷൊക്കെ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ സേവ് ടമാറ്റർ എന്ന് പറയുന്ന ഡിഷ്. ബസൻ കട്ട ഒരുമാതിരി ഡാൽക്കറി പോലത്തെ സാധനമാണ്. ഇതും നമ്മളെ ആലുവൊക്കെ പോലുള്ള സാധനമാണ് കേട്ടോ. തക്കാളി ഉണ്ട്, ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട്, ടൊമാറ്റോ പിന്നെ ചപ്പാത്തി, ഉള്ളി, മുളക്, അച്ചാർ. പിന്നെ കമലുണ്ട്, ഹേംരാജുണ്ട്, ഞാനുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഓരോരുത്തർ ഓരോ പ്ലേറ്റിലല്ല കേട്ടോ കഴിക്കുന്നത്. ഇവിടെ കറികൾ ഓരോന്നും ഓരോ പ്ലേറ്റിനകത്തേക്ക് ഇങ്ങനെ തട്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ചപ്പാത്തി വെച്ചിട്ട് എല്ലാവരും അതിൽ നിന്ന് ഇങ്ങനെ മുക്കി എടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ എന്താ പതിവ്. ഇന്നലെ നമ്മൾ അങ്ങനെ തന്നെയാണ് കഴിച്ചത്. ഇത് സേവ് ടൊമാറ്റോ ബാജി, ഇത് ദാൽ ഫ്രൈ. അതാണ് ഇവരുടെ ഈ ഡിഷിൻ്റെ പേര്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാനുള്ളത് ഇന്നലെ നമ്മൾ വന്ന ന്യൂ രാജസ്ഥാൻ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ. ലോറയുടെ കിടപ്പുണ്ട്, കമൽ ബ്രോ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കമൽ ബ്രോയും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും മഴ പെയ്തു. പെട്ടെന്ന് മഴ എന്തായാലും ഉണ്ടാവും. പെട്ടെന്ന് ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഫുള്ള് മഴ കേട്ടോ. കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് മഴയാണ്. ഇനി അടുത്ത ഒരു 3-4 ദിവസത്തേക്ക് മഴയാണ് ഈ മേഘാലയ മുഴുവൻ. ഭയങ്കര മഴ. നമ്മുടെ നാട്ടിലെ പോലെ അല്ല. ഐസ് കട്ടയില്ല, ഐസ് കല്ല് പോലെ പെയ്യില്ലേ, അത് ഇവിടെ നമുക്ക് ഇന്നലെ രാത്രി കാണാൻ സാധിച്ചു. എനിക്ക് ഡയറക്റ്റ് കറക്റ്റായിട്ട് എനിക്ക് കയ്യിൽ ടച്ച് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമുക്കിങ്ങനെ വണ്ടിയുടെ ഗ്ലാസ്സിലൊക്കെ ഒന്ന് കല്ല് പോലെ അടിക്കുമ്പോൾ മനസ്സിലാവും. ഇവർ കമൽ ബ്രോയൊക്കെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് സ്ഥിരമായിട്ട് ഇവിടെ ചില പ്രദേശങ്ങളൊക്കെ ഐസ് മഴ പെയ്യുന്നുണ്ടെന്ന്. ഇതൊക്കെ എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. ഇനി അടുത്ത തവണ ഐസ് മഴ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഐസ് കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത് നേരെ ഷില്ലോങ്ങിലേക്ക്.
ഇപ്പോൾ ഷില്ലോങ്ങിലേക്കുള്ള റൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി മഴയും നല്ല തണുത്ത ക്ലൈമറ്റുമാണ് കേട്ടോ ഇവിടെ. ഇതാണ് ഖിലേരിയത്ത് എന്ന് പറയുന്ന ടൗണ്. ഒരു സാധാരണ മേഘാലയം പട്ടണത്തിലെ ഒരു മഴ ദിവസത്തെ നോർമലായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാതരം പച്ചക്കറിയുടെ വിൽപ്പനയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ചന്ത, ഒരു മാർക്കറ്റ് ഏരിയയൊക്കെയാണ്. അതിൻ്റേതായ വൃത്തികേടുകളൊക്കെ നമുക്കിവിടെ കാണാനും പറ്റും. ഇപ്പോൾ ആ മഴ ഒരല്പം മാറിയെങ്കിലും തണുപ്പിനൊരു കുറവില്ല. നമ്മൾ ഷില്ലോങ്ങിലേക്ക് അടുക്കും തോറും തണുപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. പിന്നെ രാത്രിയിലാണ് കൂടുതലും ട്രക്ക് ഡ്രൈവേഴ്സ് ഈ മെയിൻ ടൗണുകളിലേക്കൊക്കെ പോകുന്നത്, പകൽ സമയത്ത് വിശ്രമിച്ചിട്ട്. ബൈപ്പാസോ ഹൈവേ ഒക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകൽ സമയത്ത് യാത്ര ചെയ്യാം. പ്രധാന ടൗണുകളിലേക്കൊന്നും 6 മണിക്ക് മുന്നേ പ്രവേശനമൊന്നുമില്ല. എങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫൈൻ കിട്ടും. സോ കൂടുതലും ഇവർ പ്രധാന ടൗണുകളിലേക്ക് പ്രവേശിക്കുന്നത് രാത്രിക്കാണ്. പിന്നെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഞങ്ങൾ നിർത്താറുണ്ട്. അതുപോലെ തന്നെ ടയർ ചൂടാവാതിരിക്കാനും കുറച്ച് നേരം ഓടിയതിന് ശേഷം റെസ്റ്റ് എടുക്കാറുണ്ട്. ഗൈസൊക്കെ ഞാൻ വരുന്ന വഴിക്ക് ഇപ്പോൾ അടുത്തൊരു രാജസ്ഥാന ധാബ കണ്ടു. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. അപ്പോൾ അടുത്തൊരു 2 ദിവസത്തേക്ക് ഞങ്ങൾ എന്തായാലും ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നേരെ ഷില്ലോങ്ങിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ജോവൈ റൂട്ടിലാണ്. നല്ല കാറ്റുണ്ട്, അത്യാവശ്യം നല്ല വെയിലുണ്ട്, നല്ല തണുപ്പുണ്ട്, ക്ലൈമറ്റ് അത്യാവശ്യം നല്ല തണുത്ത കാറ്റുമുണ്ട്. പിന്നെ എപ്പോൾ മഴ വരുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നല്ല വെയിലുണ്ട് ഇപ്പോൾ. നമുക്ക് എന്തെങ്കിലും കഴിക്കാം, ഫുഡ് കഴിക്കാം. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് ബുള്ളറ്റ് വീണ പാടുകളാണ് കേട്ടോ. ഇതും അതും പിന്നെ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് അടച്ചു വയ്ക്കാൻ പറ്റും. ഇതിങ്ങനെ അടച്ചു വയ്ക്കുന്ന ഡോറാണത്. അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും അത് ഡ്രൈവറിൻ്റെ സൈഡിലാണ്. ഇവർ നമ്മുടെ കമൽ ബ്രോ ഒറ്റയ്ക്ക് മിസോറാം പോയ സമയത്ത്, ആ ബക്കയിലെ തന്നെ മിസോറാം പോയ സമയത്ത് 3 months ബാക്ക്, 3 മാസം മുന്നേ മിസോറാം പോയ സമയത്ത് അവിടുത്തെ ലോക്കൽസ് അറ്റാക്ക് ചെയ്തതാണ്. കാരണം ഈ ലോറിക്കാരുടെ കയ്യിൽ നമുക്ക് എന്താണ് സോൾഡ് ക്യാഷ്, ലിക്വിഡ് ക്യാഷ് വരെ ക്യാഷ് കയ്യിൽ എന്തായാലും ഉണ്ടാവും ലോഡൊക്കെ ഇറക്കിയിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ലക്ഷങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, 4-5 ലക്ഷമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ലോക്കൽസ് അത് മനസ്സിലാക്കിയിട്ട് കൂട്ടം കൂടിയിട്ട് കാറിൽ വന്ന് അറ്റാക്ക് ചെയ്തല്ലേ, കാറിൽ വന്ന് അറ്റാക്ക് ചെയ്തതാണ്. ബുള്ളറ്റുകളുണ്ടാവും. ഈ മിസോറാം മണിപ്പൂർ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ലോക്കൽസിൻ്റെ എന്തായാലും തോക്കുണ്ടാവും. അപ്പോൾ അവർ അറ്റാക്ക് ചെയ്തതാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് കമൽ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ഉണ്ടോ ഈ ഗ്ലാസ്സിൽ പൊട്ടലുണ്ട്. ഇത് ബുള്ളറ്റ് വീണ പാടാണ്. അതുപോലെ തന്നെ അങ്ങേറ്റം അവിടെ കറക്റ്റ് ഡ്രൈവറിൻ്റെ നേർക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം റിസ്ക് എടുത്തൊക്കെയാണ് ഇവർ യാത്ര ചെയ്തത്. കണ്ടില്ലേ, കണ്ടോ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കണ്ടോ നേർക്ക് കമലിൻ്റെ ദേഹത്ത് കൊള്ളേണ്ട ബുള്ളറ്റാണ് ഗ്ലാസ്സിൽ അങ്ങനെ കൊണ്ടത്. ഓക്കെ തുറന്നോ കണ്ടോ, ഇത്രത്തോളം റിസ്ക്കാണ്. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് മിസോറാമിലുള്ള ആൾക്കാർ നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും അടിപൊളി ആൾക്കാർ തന്നെയാണ്. പക്ഷേ എല്ലാ നാട്ടിലും മോശം അനുഭവം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ മിസോറാമിലുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായെന്നാണ് കമൽ പറയുന്നത്. അതൊരു തവണ 3 മാസം മുന്നേ, ഒരുപാട് നാളൊന്നും മുന്നേ അല്ല, 3 മാസം മുന്നെയാണ്. പിന്നെ ഏറ്റവും മോശമായിട്ടുള്ള ആൾക്കാർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂർ തന്നെയാണ്. അതിനകത്ത് വേറൊരു വ്യത്യാസമില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന മണിപ്പൂർ, നാഗാലാൻഡൊക്കെ അത്യാവശ്യം മോശമായ ആൾക്കാരാണ്. ഈവൻ മേഘാലയ പോലും അത്യാവശ്യം മോശമായ ആൾക്കാരുണ്ടെന്നാണ്. ഞാനിപ്പോൾ മേഘാലയ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അനുഭവത്തിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ലോറിക്കാരുടെ കയ്യിൽ, ഇപ്പോൾ ഞാൻ സോളോ ട്രാവലറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ ഫോണും ക്യാമറയും മാത്രമേ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളുള്ളൂ. പക്ഷേ ഇതൊന്നും കിട്ടിയിട്ട് അവർക്ക് കാര്യമില്ല. പക്ഷേ അതേസമയം ഒരുപാട് പൈസ കയ്യിലുള്ള ഈ വണ്ടിക്കാരുടെ കയ്യിൽ ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സാധനങ്ങളുടെ മുതലുമായിട്ട് പോകുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അവരുടെ കയ്യിൽ എന്തായാലും പൈസ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഇവിടെ ഒത്തിരി ലോറികളൊക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ ഇവർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. 23 വയസ്സുകാരനായ കമൽ ഒറ്റയ്ക്കാണ് ഇതിനെല്ലാം തരണം ചെയ്തതല്ലേ. കണ്ടോ, അപ്പം ഇതാണ് ഇവരുടെ ലൈഫ്. ഞങ്ങളിപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. ഇവിടെ നിന്ന് ഷില്ലോങ്ങിലേക്കും കുറച്ച് ദൂരമുള്ളൂ. ഷില്ലോങ്ങിലേക്ക് 10-20 കിലോമീറ്റർ ഉള്ളൂ. അവിടെ നിന്ന് നേരെ ഇനി ഷില്ലോങ് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് ബൈപ്പാസ് റൂട്ടാണ്. അവിടെ നിന്ന് നേരെ ഇനി ഗുവാഹട്ടിയിലേക്കാണ് കേട്ടോ പോകാൻ വേണ്ടി പോണത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.